പ്രവാസം ഇൻ മൈ എക്സ്പീരിയൻസ്. പ്രവാസം എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. നമ്മളൊരു പ്രവാസിയാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങൾ, നമ്മളുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും കൊണ്ടാണ് നമ്മളൊരു പ്രവാസിയായി മാറുന്നത്. ആരും വേണമെന്ന് വിചാരിച്ച് സ്വന്തം വീടും നാടും വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നില്ല അല്ലേ. പക്ഷെ പ്രവാസികളെ ഒരു പറ്റം ചുറ്റുമുള്ള ആൾക്കാർ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണുന്നുണ്ട്. എന്നാലും ഒരു പ്രവാസിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് പലപ്പോഴും പലർക്കും മനസ്സിലാകാറില്ല. നമ്മൾ ഈ ബേർഡ്സിൻ്റെ കാര്യത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആൽബട്രോസ് അങ്ങനത്തെയുള്ള ഗ്രേറ്റ് മൈഗ്രേറ്ററി ബേർഡ്സ്. അവർ ലാൻഡ് ചെയ്യാണ്ട് പല സ്ഥലത്തേക്കും തീറ്റ തേടിയിട്ടും അതുപോലെ പുതിയ താമസ സ്ഥലങ്ങൾ തേടിയിട്ടും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. കാലാവസ്ഥ വരുമ്പോൾ പല അനിമൽസ് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈഗ്രേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ വിൽഫുള്ളി മൈഗ്രേറ്റ് ചെയ്യണത് വളരെ അപൂർവമുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഭക്ഷണം, അതുപോലെ കാലാവസ്ഥ, അതുപോലെ നമ്മുടെ പരിസ്ഥിതികൾ ശരിയല്ലാണ്ടാവുമ്പോഴുള്ള മൈഗ്രേഷൻ, അങ്ങനെ പലതരം മൈഗ്രേഷനാണ് നമ്മുടെ ചുറ്റും കാണാറുള്ളത്. പക്ഷെ ഒരു മനുഷ്യൻ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമോഷണൽ കണ്ടൻറ്റ് കൂടുതലാണ് അല്ലേ. നമ്മൾ നമ്മുടെ ജനിച്ച സ്ഥലം വിട്ടു പോകുന്നു, നാടും വീടും വിട്ടു പോകുന്നു. അപ്പം അവന് സ്വാഭാവികമായിട്ടും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒറ്റപ്പെടൽ എന്നുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ അയാൾ മുക്തനാകുന്നത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ, പ്രതീക്ഷകൾ, നാളെ ശരിയാകും, ഇന്നത്തെ കഴിയുമ്പോൾ നാളെ ശരിയാകും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണല്ലോ. അപ്പം ഇന്നും കഴിഞ്ഞു, നാളെയും കഴിഞ്ഞ്, മറ്റന്നാളും കഴിഞ്ഞ് ശരിയാവാണ്ടാകുമ്പോൾ എന്തെങ്കിലും ശരിയാകും, ഇവിടെ പിടിച്ചു നിൽക്കാം. അങ്ങനെ പലതരം മോഹങ്ങളും മോഹഭംഗങ്ങളും കൂടുമ്പോഴാണ് പ്രവാസമാവുന്നത് അല്ലേ. പ്രവാസികളുടെ ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ ചുറ്റും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രവാസികളായ ആൾക്കാർ, അവരുടെ ഒപ്പം പോകുന്നവരുടെ, അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ. അപ്പോൾ ഒരു പ്രവാസിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ വളരെ വർഷം മുൻപ് പ്രവാസിയായിരുന്ന ഒരു അച്ഛൻ്റെ മകളാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ കടന്നു പോന്നിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കറിയാം. അപ്പം ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് നമ്മുടെ മുൻപത്തെ ജനറേഷൻ, തൊട്ട് മുൻപത്തെ ജനറേഷൻ. എന്തിനാണ് ഒരു മനുഷ്യൻ നാടും വീടും വിട്ടു വരുന്നത്? എന്തിനാണ്? അയാളുടെ സ്വന്തം നാട്ടിലുള്ള അയാളുടെ സുഖ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾ വളർന്ന സാഹചര്യങ്ങൾ വിട്ട് അയാൾക്ക് ഒരു പടി മുൻപിൽ, അല്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന മാർഗം തേടിയാണ്, അന്നം തേടിയാണ് ഒരു മനുഷ്യൻ പ്രവാസിയാകുന്നത്. എന്നാൽ പ്രവാസം എന്ന് പറയുമ്പോൾ അയാൾക്ക് എല്ലാം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെയും അയാൾ സാക്രിഫൈസ് ചെയ്യാണ് അയാൾക്ക് വേണ്ടി, അയാളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികരുടെ സമയത്ത് ഒരാൾ പ്രവാസം സ്വീകരിക്കുമ്പോൾ അയാൾ അയാളെ തന്നെ, അയാളുടെ സുഖ സൗകര്യങ്ങൾ മാത്രമല്ല, അയാളുടെ വികാരങ്ങൾ, അയാളുടെ ഇമോഷൻസ്, അയാളുടെ നാടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അയാൾ കടന്നു പോകുന്നത് അല്ലേ. ഇപ്പം എൻ്റെ പൂർവികർ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ, മുത്തച്ഛൻ എല്ലാവരും പ്രവാസികൾ തന്നെയായിരുന്നു. നാടും വീടും വിട്ട് ജീവിച്ചവർ. ഇപ്പം ഞാനും. അപ്പം ഇതൊരു ജനറേഷനായിട്ട് നമ്മൾ നമ്മുടെ നാടിനെയും സ്നേഹിച്ച പ്രദേശങ്ങളെയും നമ്മളെ നമ്മളാക്കി തീർത്ത ഒരുപാട് സ്ഥലങ്ങളെയും വിട്ടിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അതിൽ ഒറ്റപ്പെടൽ മാത്രമല്ല, നമ്മുടെ സാക്രിഫൈസ് കൂടിയുണ്ട്, നമ്മുടെ ഇമോഷണൽ സാക്രിഫൈസ് ഉണ്ട്. ഇനി നമ്മുടെ ഒപ്പമുള്ളവരെ പിടിച്ചു കയറ്റാനുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹമുണ്ട് അല്ലേ. നമ്മുടെ ഒപ്പമുള്ളവരെ ഒന്ന് പിടിച്ചു കയറ്റണം, നമ്മളെപ്പോലെ തന്നെ അവരും നമ്മൾ കഴിച്ച വസ്തുക്കൾ കഴിക്കണം, നമ്മളുടെ ധരിച്ച വസ്ത്രങ്ങൾ അതുപോലെ ഉടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ. എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി കൊണ്ടു കൊടുക്കുക അല്ലേ. ഒന്നും കണക്കോർത്തിട്ടാവില്ല. പക്ഷെ പല സമയത്തും കണക്കുകൾ വേറെ തരത്തിലും പുറത്തു വരാം. അപ്പം നമുക്ക് ഒരുപാട് വിഷമാവും. ഞാൻ നിനക്കത് ചെയ്തു, നീ എനിക്കിത് ചെയ്തു, അത് ചെയ്തില്ല. എന്ത് ചെയ്തു ചെയ്തില്ല എന്നല്ല, ഒരുവൻ നമുക്ക് മനസ്സറിഞ്ഞു തരുമ്പോൾ നമ്മൾ അതെല്ലാം സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്നേഹമാണ് നമ്മൾ കൊടുക്കുന്നത്, സ്നേഹത്തിന് കണക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഓരോ പ്രവാസിയുടെ മനസ്സും. അവർ കൊടുക്കുന്ന സാധനങ്ങൾക്കും അവർ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിനും കണക്കില്ലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ജീവിതത്തിൽ കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട് അല്ലേ. പ്രവാസികൾ ഒപ്പം അവരുടെ പാർട്ട്നേഴ്സിനെ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ആ പാർട്ട്ണർ കൂടി, ഹുവർ ഇറ്റ് ഈസ്, മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, അയാളും അല്ലെങ്കിൽ ആ സ്ത്രീയും, ഒരു ഫെമിനിൻ വേർഷൻ ആണെങ്കിൽ
അവരുടെ ഭാര്യ, അല്ലെങ്കിൽ ഒരു മസ്കുലിൻ വെർഷൻ ആണെങ്കിൽ ഭർത്താവ്, അയാളും അതുപോലെ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു. ഭാര്യയാണെങ്കിൽ അവൾ ജീവിച്ച സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകമാണ് അവൾക്ക് മുന്നിൽ തുറക്കുന്നത്, അല്ലെങ്കിൽ അവന് മുന്നിൽ തുറക്കുന്നത്. ചിലപ്പോൾ മഞ്ഞായിരിക്കാം, ചിലപ്പോൾ മണലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ സഹിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ പാർട്ട്ണറുടെ ഒപ്പം വരുന്നത്. പക്ഷേ ഈ സാക്രിഫൈസ് ആണോ അത് സ്നേഹം കൊണ്ടാണോ ആ പിടിച്ചു നിൽപ്പെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. നമ്മൾ ഈ പക്ഷികളെപ്പോലെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നാടും വീടും വിടേണ്ടി വരുന്നത്? നാടും വീടും വിട്ട് നമ്മുടെ മുന്നിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ, നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മളെന്തെങ്കിലും ഒരു കൂട് പോലെ പണിത് അതിൽ ജീവിതം സംതൃപ്തിപ്പെടുമെന്ന് വിചാരിക്കുമ്പോൾ ഇല്ല. അവിടെയും നമ്മുടെ വീട് വീട് വെക്കണം പ്രയോറിറ്റി. അതായിരിക്കാം ഒരു പ്രവാസിയുടെ പ്രയോറിറ്റി. അതും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളെ, നമ്മുടെ സിബ്ലിങ്സിനെ. എനിക്കൊരു അനിയനുണ്ട്. ആ അനിയനെ എന്നെപ്പോലെ തന്നെ നല്ല ജോലിയിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരണം. ഞാൻ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത്, മഞ്ഞിലാണോ അല്ലെങ്കിൽ മരുഭൂമിയിലാണോ, എവിടെയാണ്, വേറെ വേറെ ഐ ആം. ഞാൻ എൻ്റെ അനിയനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അനിയത്തിനെ കൊണ്ടുവരണം. അവൾക്കും എൻ്റെ പോലെ, അവനും എൻ്റെ പോലെ നല്ലൊരു ലൈഫ് വേണം. അങ്ങനെ പല പല സ്വപ്നങ്ങളാണല്ലേ. ചിലപ്പോൾ നമ്മുടെ അനിയനെ ആവില്ല, നമ്മുടെ പാർട്ട്ണറുടെ സിബ്ലിങ്സിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ അവനോ അവൾക്കോ വേണ്ടി നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ തന്നെ ആരും ഓർക്കില്ല. പിന്നെ അവരൊക്കെ വളർന്ന് വലുതായി അവരുടേതായ ഫാമിലി സെറ്റപ്പ് ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മളെ തന്നെ അവർ മറക്കും. ഓക്കെ, നമ്മൾ ആരുടെ കൈ പിടിച്ചാണ് വന്നത്, ആരാണ് നമ്മളെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത് എന്നെല്ലാം മറന്നു പോകല്ലേ. പലതരം വർഷം ഞാൻ എൻ്റെ ലൈഫിലൂടെ ഈ ഒരു 40 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടുപോയിട്ടുണ്ട്. കാരണം എനിക്ക് മുന്നുള്ള ജനറേഷൻ, അതിനു മുന്നുള്ള ജനറേഷൻ. അപ്പം പ്രധാനമായിട്ടും സേവിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ അപ്പൂപ്പന്മാർ മുതലുള്ള ആളുകളുടെ സേവിങ്സ് നോക്കുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു. അവർ കുറേ സാക്രിഫൈസ് ചെയ്തു. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യയും മക്കളും മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിബ്ലിങ്സ്, അവരും കരകയറണം. അവർ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കും. അവർ പറയുന്നതെല്ലാം അവനില്ലെങ്കിലും അവൻ പാഴ്സൽ ചെയ്ത് കൊടുക്കും എന്നുള്ള പോലെ. അതുപോലെയാണ് നമ്മളുടെ ഓരോ പ്രവാസികളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ വിദേശത്തുള്ള ഒരാൾ നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാണ്. പിന്നെ അതുമാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ മൂല്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. കണക്കുകൾ പറയും, കണക്കുകൾ തിരിച്ചു ചോദിക്കും. പക്ഷെ ഇതൊക്കെ സ്നേഹം തന്നെയല്ലേ. അൾട്ടിമേറ്റ്ലി വാട്ട് എവർ ഇറ്റ് ഈസ്, സ്നേഹം തന്നെയല്ലേ. എനിക്കത് മനസ്സിലായത് കേട്ടോ. ഇമോഷണലി ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് മനുഷ്യൻ്റെ മനസ്സ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹമാണ് അല്ലേ. നമ്മൾ ഇത്രയും കൊല്ലം, അല്ലെങ്കിൽ ചിലർ 3, 4, 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പണ്ടത്തെ ഒരു പ്രവാസി എന്ന് പറയുമ്പോൾ മരുഭൂമിയിലേക്കാണ് പലായനം ചെയ്തതെങ്കിൽ ഇപ്പോൾ മഞ്ഞിൻ്റെ മേഖലകളിലേക്കൊക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ, ആങ്സൈറ്റി, ഇതൊക്കെ മാറുന്നത് അവനവൻ്റെ നാടും വീടും പുൽകുമ്പോഴാണ് അല്ലേ. അതുപോലെ അവൻ്റെയോ അവളുടെയോ ബന്ധുക്കളെയൊക്കെ കാണുമ്പോഴാണ്. അപ്പം ആ ഒരു സ്നേഹം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സ്നേഹത്തിൻ്റെ സ്ഥലത്ത് പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു ഒറ്റപ്പെടുത്തലാവുമ്പോൾ പിന്നെയും അവിടെ ഒരു ടെൻഷൻസ് ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഒരു പ്രവാസിയുടെ ഒപ്പം കുറേ സ്വപ്നങ്ങളും ഉണ്ടല്ലേ. ഇപ്പോൾ പ്രവാസിയുടെ പാർട്ട്നേഴ്സും ഒപ്പം ഉണ്ട്. അപ്പോൾ അവരും കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരും ഇയാളുടെ ഒപ്പം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ഭാര്യയുടെ ഒപ്പം വന്നിട്ടുള്ള ഭർത്താവിൻ്റെ ഒപ്പം വന്നിട്ടുള്ള ഭാര്യമാർ. ചില സ്ഥലത്ത് ഭാര്യമാർക്കായിരിക്കും ജോലി, ചിലപ്പോൾ ഭർത്താക്കന്മാർക്കായിരിക്കും ജോലിയുള്ളത്. അപ്പോൾ ആരുടെ ഒപ്പമാണോ നമ്മൾ കൂടെ കയറി വരുന്നത്, അവരുടെ ഒപ്പം നമ്മളും നമ്മളുടെ ചുറ്റുപാടും ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. ആങ്സൈറ്റി, സ്ട്രെസ്സ്, എന്തൊക്കെയാണ് ഓവർകം ചെയ്യുന്നത് മനുഷ്യൻ അല്ലേ. അപ്പോൾ പ്രവാസം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രവാസത്തെ പുൽകുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കൈപ്പേറിയ സത്യങ്ങളുണ്ട്. പറഞ്ഞു വരുമ്പോൾ കുറേ ഉണ്ട് പ്രവാസത്തെ പറ്റി പറയാൻ.
ഞാൻ അറിഞ്ഞ കഥകളും അറിയാത്തൊരുപാട് കഥകൾ ചുറ്റുമുണ്ട്. ഇനി അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത കുറേ കഥകൾ ബാക്കിയുണ്ട്. എല്ലാം ഒന്നും ഒരു വീഡിയോയിലൂടെ ഒന്നും തീരില്ല. പലപ്പോഴും എഴുതണം എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എവിടേക്കോ സ്റ്റക്കായി പോവാണ്. എന്നെങ്കിലും എഴുതണം പ്രവാസ ജീവിതത്തെക്കുറിച്ച്. നിങ്ങളും ഒരു പ്രവാസിയാണോ? നിങ്ങളുടെ അനുഭവങ്ങൾ മധുരമേറിയതാണോ? നിങ്ങൾക്ക് കയ്പേറിയ അനുഭവങ്ങളുണ്ടോ? എങ്ങനെയാണ് ഒരു പ്രവാസി എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കാണുന്നത്? എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ. ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. തലമുറകളായി 3 തലമുറയായിട്ടുള്ള ഒരു പ്രവാസത്തിൻ്റെ അവലോകനം എന്നൊക്കെ പറഞ്ഞാൽ 10 മിനിറ്റിലൊന്നും തീരില്ല സത്യം പറഞ്ഞാൽ. അപ്പം എളുപ്പമല്ല അല്ലേ? അപ്പം പ്രവാസത്തെക്കുറിച്ച് ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ജിത.